എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ KFC അസിസ്റ്റൻ്റ് എക്സാമൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതി എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ ആയാലും നന്നായിട്ട് എഴുതി. ഇനി പ്രൊവിഷണൽ വരുമ്പോൾ നമുക്ക് മാർക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഫൈനൽ വരുമ്പോൾ നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രൊവിഷണൽ വരുമ്പോൾ ഒന്നും കൂടി നമുക്ക് കറക്റ്റായിട്ട് എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് ഏകദേശം അറിയാൻ പറ്റും. എന്നാലും നമ്മൾ പഠിപ്പിച്ച കുറേയധികം ക്വസ്റ്റ്യൻസ് അല്ലേ, ഒരു നല്ല രീതിയിൽ നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണെങ്കിലും നമ്മൾ പഠിപ്പിച്ചതിൽ നിന്ന് തന്നെ ആൻസർ എല്ലാവർക്കും കിട്ടുമായിരുന്നു അല്ലേ. അപ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും എഴുതാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ വന്നതിലും ഒത്തിരി സന്തോഷം. സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ കീ ഞാനിപ്പോൾ ഇടുന്നില്ല. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവിഷണൽ വരുമ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഏതൊക്കെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ? 363/2025 കാറ്റഗറി നമ്പർ. എന്താണ്? കമ്പനീസിലേക്കുള്ള അല്ലേ, അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അതിലേക്കൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്ന ഓരോ കമ്പനി, കോർപ്പറേഷൻ, ബോർഡൊക്കെ അവർ പറയുന്ന രീതിക്കുള്ള സ്കെയിൽ ഓഫ് പേ ആണ് കേട്ടോ. ഇതിൽ മോഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലെ ഏജ് 18 മുതൽ 36 വരെ. ബാക്കിയുള്ളവർക്ക് അതിൻ്റേതായ ഇളവുകൾ ലഭിക്കും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? BCom ഡിഗ്രിയാണ്. പിന്നെ അതിൻ്റെ ഈക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ BCom ഉള്ളവർക്ക് അടുത്തൊരു സുവർണാവസരമാണ് ഈ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. അപ്പം ഇത് എന്ത് ചെയ്യുക, അപേക്ഷിക്കാൻ പറ്റുന്നവർ അപേക്ഷിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 15 കേട്ടോ. ഇന്ന് മുതൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ഒക്ടോബർ 15 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ഏതിലേക്കാണ് ഫേം എന്ന് നോക്കി. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹാംലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇങ്ങനെ 8 ഫോംസിലേക്കുള്ളതാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 363/2025. ഓക്കെ. ഇനി അടുത്ത കാറ്റഗറി നമ്പർ വരുന്നത് 364/2025. 364/2025 4 ഫേംസാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ്: കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ SC/ST, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതിലേക്ക് അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, സ്റ്റോർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഒക്കെയാണ് വരുന്നത്. ഇതും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. പേ സ്കെയിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ കമ്പനി, കോർപ്പറേഷനൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നത്. ഇതും 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ BCom ഡിഗ്രി ഉള്ളവർക്കാണ്. പിന്നെ ഈക്വലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പം ഇതും എന്ത് ചെയ്യുക, BCom ഉള്ളവർക്കുള്ള സുവർണാവസരമാണ്. അപ്പോൾ 2 നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ 8 ഉണ്ടായിരുന്നു അതിൽ ഫേംസ്, ഇതിൽ 4 ഫേംസ്. അപ്പം നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ 2-3 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാം. അപ്പോൾ BCom ക്വാളിഫിക്കേഷനിലുള്ളത് തന്നെയായിരുന്നു KFC അസിസ്റ്റൻ്റ് അല്ലേ. KFC അസിസ്റ്റൻറ്റിന് വേണ്ടി നമ്മൾ ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് കോഴ്സ് 500 രൂപയുടെ ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ MCQ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ റിവിഷൻ പെട്ടെന്ന് ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഓൾഡ് വീഡിയോസും പുതിയ വീഡിയോസും ന്യൂ വീഡിയോസും പിന്നെ PYQ ഒക്കെ സെയിം തന്നെ നമ്മൾ ഒരു റിവിഷൻ മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 ദിവസം കൊണ്ട് ടോട്ടൽ എല്ലാം പഠിക്കുന്ന ഒരു രീതി അല്ലേ. അപ്പോൾ ആ റിവിഷൻ ക്ലാസ് കണ്ടവർക്ക് തന്നെ അവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ കുറച്ച് ക്ലാസ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ഇപ്പോൾ കണക്കൊക്കെ ആയാലും ഒക്കെ ചെയ്യാൻ പറ്റി. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ കൂടി നമ്മൾ അത്രയും വിശദീകരിച്ച് പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഇന്നതല്ല ക്വസ്റ്റ്യൻ ആൻസർ ഇന്നതല്ല എന്നൊക്കെ ഒരു എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ആൻസർ കിട്ടിയത്. പിന്നെ നമുക്ക് പ്രൊവിഷണൽ വരുമ്പോൾ ഒന്നും കൂടി എത്ര മാർക്ക് ഉണ്ടെന്ന് ഏകദേശം ഒന്നും കൂടി കണക്ക് കൂട്ടാം. അത് കഴിയുമ്പോൾ ഫൈനൽ വരുമ്പോൾ ഉറപ്പിക്കാം. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജിനൊക്കെ താങ്ക്സ് കേട്ടോ. ഇത്രയും അധികം പിള്ളേരില്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചെന്ന് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് ജോലി കയറിയവരൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ക്ലാസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ തുടങ്ങി നല്ല രീതിക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു.